വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചിയിലെ അർബൻ മാവോയിസ്റ്റ് കൂട്ടായ്മയിൽ പങ്കെടുത്ത UAPA കേസ് പ്രതി സിദ്ദിഖ് കാപ്പനെതിരെ കേസ്. സിദ്ദിഖ് കാപ്പനും സംഘാടകരുമടക്കം 11 പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസ് പ്രതി അലൻ ഷുഹൈബും കൂട്ടായ്മയ്ക്ക് എത്തിയിരുന്നു. സംഘാടകരിൽ 2 പേരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് നിലവിലെ സാഹചര്യം? കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ അർബൻ മാവോയിസ്റ്റുകളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തവർക്കെതിരെ അതോടൊപ്പം തന്നെ സംഘാടകർക്കുമെതിരെ മൊത്തത്തിൽ 11 പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. UAPA കേസ് പ്രതിയായിട്ടുള്ള സിദ്ദിഖ് കാപ്പൻ, അതോടൊപ്പം തന്നെ സംഘാടകരായ CP റഷീദ്, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഇവരുൾപ്പെടെ 11 പേർക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അനുമതിയില്ലാതെ ഉച്ചഭാഷിണി പ്രയോഗിച്ചു, അല്ലെങ്കിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചു, ഒപ്പം തന്നെ മാർഗതടസ്സം ഉണ്ടാക്കി, അന്യായമായിട്ട് സംഘം ചേർന്നു തുടങ്ങിയ കുറ്റങ്ങൾ ആണ് പോലീസ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. സിദ്ദിഖ് കാപ്പനെ കൂടാതെ പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിലെ പ്രതിയായ അലൻ ഷുഹൈബും ഈ കൂട്ടായ്മയ്ക്ക് എത്തിയിരുന്നു. പ്രധാനമായിട്ടും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കപ്പെട്ടത് അർബൻ മാവോയിസ്റ്റ് ആയിട്ടുള്ള റിജാസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐക്യദാർഢ്യ സമ്മേളനം എന്ന പേരിലാണ് അർബൻ മാവോയിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ടത്. വലിയ രീതിയിൽ അത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഈ റിജാസ് എന്ന് പറയുന്നത് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയതിന് നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. റിജാസിനെ മോചിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ആവശ്യം. റിജാസിന്റെ വീട്ടിൽ നിന്ന് മഹാരാഷ്ട്ര ATS നിരവധി ഡിജിറ്റൽ തെളിവുകൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് UAPA കേസ് പ്രതിയായിട്ടുള്ള സിദ്ദിഖ് കാപ്പൻ കൊച്ചിയിൽ വഞ്ചി സ്ക്വയറിൽ ഈ ഒരു അർബൻ മാവോയിസ്റ്റ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കാനായിട്ടുള്ള നടപടിയുമായി അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകുക തന്നെ ചെയ്യാം. വിവരങ്ങൾ നൽകി.